സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ വർദ്ധിപ്പിക്കും. 3 അംഗ സമിതിയുടെ റിപ്പോർട്ട് നാളത്തെ മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനിടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഉപേക്ഷിച്ച സാധാരണക്കാർ മിക്കവാറും ഔട്ട്ലെറ്റുകളിലും സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്തതാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത്. പൊതുവിപണിയിലെ വിലക്കയറ്റം മൂലം നട്ടലൊടിഞ്ഞു നിൽക്കുന്ന സാധാരണക്കാരുടെ ചുമലിലേക്ക് കൂടുതൽ ഭാരം കയറ്റാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. നിലവിൽ സപ്ലൈകോയിൽ ലഭ്യമാകുന്ന 13 സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തുന്ന കാര്യം നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിക്കും. വില ഉയർത്താനുള്ള തീരുമാനത്തിന് നേരത്തെ LDF അംഗീകാരം നൽകിയിരുന്നു. ഇതിനുശേഷമാണ് 3 അംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലേക്ക് വരുന്നത്. മന്ത്രിസഭാ യോഗം വിലവർദ്ധനവിന് അംഗീകാരം നൽകിയാൽ ഉടൻ നടപ്പിൽ വരുത്താനാണ് സപ്ലൈകോയുടെ തീരുമാനം. നിലവിൽ സംസ്ഥാനത്തെ ഒറ്റ സപ്ലൈകോ ഔട്ട്ലെറ്റിലും എല്ലാ സബ്സിഡി സാധനങ്ങളും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിലാണ് വിലക്കയറ്റം കൂടി വരുന്നത്. പഞ്ചസാര ഇല്ല, ഇവിടെ ഇല്ല, സബ്സിഡി ഒന്നുമില്ല, ഒക്കെ കൂടുതൽ വില കൂടുതലുമാണ് ഉള്ള സാധനങ്ങൾ. ക്രിസ്തുമസ് ഒക്കെ ആയിട്ട് ഒന്നും കിട്ടിയില്ല. ക്രിസ്തുമസ് പുതുവത്സര സീസൺ ആയിട്ട് കൂടി സംസ്ഥാനത്തെ മിക്കവാറും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ വാങ്ങാൻ ആളെത്തുന്നില്ല. സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്തത് തന്നെയാണ് സാധാരണക്കാരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് അകറ്റുന്നത്. ജനം, കോഴിക്കോട്.